അള്ളാഹുവിൻ്റെ നബിമാർ സ്വർഗം ആഗ്രഹിക്കുകയും നരകം പേടിക്കുകയും ചെയ്തിട്ടുണ്ട്. പരിഹസിക്കുന്ന വൃത്തികെട്ട ആളുകൾ അവരുടെ പരിഹാസം ചെന്നു ചേരുക നരകത്തിനാണ്. സ്വർഗം ആഗ്രഹിക്കുന്നത് പരിഹസിക്കുന്നവരുണ്ട്, നരകത്തെ പേടിക്കുന്നതിനെ പരിഹസിക്കുന്നവരുണ്ട്. അവന് മനസ്സിലായിട്ടില്ല ഇത് എന്തിനാണ് പരിഹസിക്കുന്നത് എന്ന്. എന്നാൽ മുഅ്മിനീങ്ങൾ സ്വർഗം ആഗ്രഹിക്കുകയും നരകത്തെ ഭയപ്പെടുകയും ചെയ്യുന്നു. അതിനുവേണ്ടി അമലുകൾ ചെയ്യുന്നു, യാതൊരു സംശയവുമില്ല, ഒരു കുഴപ്പവുമില്ല അതിൽ. അതെന്താവുകയില്ല, ഒരാളുടെ ഈമാനിന് കോട്ട. ഇങ്ങനെയൊക്കെ വാദഗതികളുണ്ട് എന്നതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം പറയുന്നത്. സൂഫികൾ പറയാറുണ്ട്, ഞങ്ങൾ എന്തിനു വേണ്ടിയല്ല അമൽ ചെയ്യുന്നത്, സ്വർഗത്തിന് വേണ്ടിയല്ല, സ്വർഗത്തിന് വേണ്ടിയല്ല. നമ്മുടെ നാട്ടിൽ മലയാളത്തിൽ, പച്ച മലയാളത്തിൽ ഒരു മുസ്ലിയാർ പ്രസംഗിച്ചിട്ടുണ്ട്. ഒരു സൂഫി ഷെയ്ഖ് എന്ന് പറഞ്ഞ ഒരാളിങ്ങനെ മുന്നിലിരുത്തിയിട്ട് പറയണത്, സ്വർഗം വേണ്ടിയില്ല, നരകത്തിലായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്ന ആളുകളുണ്ട്. റബ്ബനെ നരകത്തിലാക്കിയാലും ഞാൻ തൃപ്തിപ്പെട്ടുകൊള്ളാം എന്ന് പറഞ്ഞ സൂഫികളുണ്ട്. കാരണം എന്താ, അള്ളാഹിൻ്റെ ഖദർ, അള്ളാഹിൻ്റെ വിധിയിൽ സമാധാനിക്കണം. സുബ്ഹാനല്ലാഹ്. ഈ പറഞ്ഞ കക്ഷികളിൽ ഒരാൾക്ക് ദുനിയാവിലൊരു പരീക്ഷണം വന്നു, മൂത്രം പോകാത്ത രോഗം വന്നു. അപ്പോൾ അയാൾ പറഞ്ഞിട്ട്, റബ്ബൻ്റെ രോഗം ഇപ്പം മാറ്റി തന്നെ ഞാൻ ഇപ്പോൾ കാഫറാവും, ഞാൻ ഇപ്പം നിരീശ്വരവാദിയാവും. ദുനിയാവിലെ ഈ ഒരു പരീക്ഷണം സഹിക്കാൻ പറ്റാത്തവനാണെന്ത്, തൻ്റെ നരകത്തിൽ അള്ളാഹു ആക്കിയാലും ഞാൻ സഹിച്ചൊള്ളാം എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള കൗമ് പൊതുവേ നോക്കി ഇത്തരം ആളുകളുടെ തനി നിറം റബ്ബ് സുബ്ഹാനഹു വ തആല വെളിച്ചത്തുകൊണ്ട് വരും. നിങ്ങൾ എപ്പോഴും നോക്കുക, അങ്ങനെ ആയിരിക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ സാഹിത്യകാരന്മാരെ? സാഹിത്യകാരന്മാർ എപ്പോഴും അങ്ങേയറ്റത്തെ സ്നേഹത്തെക്കുറിച്ച്, അമൂല്യമായ അതുല്യമായ പ്രണയത്തെക്കുറിച്ച് ഒക്കെ സംസാരിക്കുന്നതാണ്. അയാളുടെ കുടുംബം നോക്കിയാൽ ഈ പറയുന്ന പ്രേമവും പ്രണയവും ഒന്നും ഉണ്ടാവില്ല, ഒക്കെ തകർന്ന് തരിപ്പണായിട്ടുണ്ടാവും. കാരണം ഇത്തരം തെറ്റായ വാദഗതികളിൽ ആളുകൾ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവരെ എപ്പോഴും ഇങ്ങനെ ആയിരിക്കും. ഈ വക ബലാലത്തുകളിൽ ആളുകളെ തടച്ചിടാൻ ശ്രമിക്കുന്നവർ അവർ തന്നെ തെളിയിക്കുന്നത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. വ്യാജവാദങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ നോക്കൂ, അതല്ല, അള്ളാഹുവിൻ്റെ നബിമാർ പഠിപ്പിച്ചതാണ് സ്വർഗ്ഗം ആഗ്രഹിക്കാൻ, നരകം പേടിക്കാൻ. ഒരു അറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, മുആദിനോട് വന്ന് പറയുകയാണ്, നിങ്ങളുടെയും മുആദിൻ്റെയും ആഗ്രഹവും നിങ്ങൾ എന്തിനാണ് നടക്കുന്നത് എന്നൊന്നും എനിക്കറിയില്ല, ഞാൻ സ്വർഗത്തിന് വേണ്ടിയാണ് പണിയെടുക്കുന്നത് എന്താണ്, എനിക്ക് സ്വർഗം കിട്ടണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗലഹാ നുദന്ദിൻ, അതിനു വേണ്ടിയാണ് നമ്മൾ പണിയെടുക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, ഹൗലഹാ നുദന്ദിൻ, അതിനു വേണ്ടിയാണ്, സ്വർഗത്തിന് വേണ്ടിയാണ് നമ്മൾ പണിയെടുക്കുന്നത്. അള്ളാഹു മുഅ്മിനീങ്ങളുടെ ദുആയി പറയണം, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അള്ളാഹു ദുനിയാവിൽ ഹസനത്ത് തരണേ, പരലോകത്തെ ഹസനത്ത് തരണേ, നരകത്തിൽ നിന്ന് കാത്ത് രക്ഷിക്കണേ. ഇബ്രാഹിം അലൈഹിസ്സലാം ഇമാമുൽ അംബിയ ദുആ ചെയ്യുകയാണ്, വലാ തുഖ്സിനി യൗമ യുബഅസൂൻ. അതുപോലെ വജഅൽനി മിൻ വറസതി ജന്നത്തിൻ നഈം, അള്ളാഹുവെ സുഖാഡംബരങ്ങളുടെ സ്വർഗത്തിൻ്റെ അനന്തരാവകാശികളിൽ നീ എന്നെ ഉൾപ്പെടുത്തണം. അള്ളാഹു തന്ന ഫضൽ ആഗ്രഹിക്കുക എന്നത് യാതൊരു കുഴപ്പവുമില്ല. ദുനിയാവിലെ ഫضലാകട്ടെ, പരലോകത്തെ റബ്ബ് വാഗ്ദാനം നൽകിയതാണോ, നീ അത് ആഗ്രഹിച്ച് അമൽ ചെയ്യുക, ഒരു കുഴപ്പമില്ല. ചില വീരദോഷികൾ പറയാറുണ്ട്, എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക ആവശ്യം വന്നാൽ ഒരാൾ അള്ളാഹുവിനോട് പ്രത്യേകം ദുആ ചെയ്യുന്നു, പ്രത്യേക ഒരു സാലിഹായ അമൽ വർദ്ധിപ്പിക്കുന്നു. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ആവശ്യത്തിന് വേണ്ടി നീ പ്രത്യേകം ഒന്നും ചെയ്യാൻ പാടില്ല. സഹോദരൻ, നീ ആവശ്യത്തിന് റബ്ബിനോടാണ് തേടുന്നത്, നിനക്ക് വേറെ ആരാണ് തേടാനുള്ളത്? നീ റബ്ബിനോടാണ്. അതിന് നീ എന്തിനു ഭയക്കണം, നീ എന്തിനു മടിക്കണം? റബ്ബിനോടാണ് നീ തേടുന്നത്, നീ പിന്നെ ആരോട് തേടും? അതുകൊണ്ട് അള്ളാഹുവിനോട് തേടുന്നത്, അവന് വേണ്ടി അവൻ്റെ ഫضൽ പ്രതീക്ഷിക്കുന്നത് യാതൊരു കുഴപ്പമില്ല. അത് അയ്യൂബ് അലൈഹിസ്സലാം രോഗശയ്യയിലായി, രോഗബാധിതനായി ഒടുവിൽ അയ്യൂബ് അലൈഹിസ്സലാമിന് അള്ളാഹു ഷിഫാ നൽകുകയാണ്. ഉർഖുദ് ബിറിജ്ലി, കാലിട്ടടിക്കുക, ഹാദാ മുഖ്തസലും ബാരിദു വ ശറാബ്, ഇതാ വെള്ളം, തണുത്ത വെള്ളം, കുടിക്കുക. കുടിച്ചപ്പോൾ ഉള്ളിലെ രോഗങ്ങളൊക്കെ പോയി. കാരണം അയ്യൂബ് അലൈഹിസ്സലാമിൻ്റെ ശരീരത്തിൽ രണ്ടേ അവയവങ്ങളെ രോഗം ബാധിക്കാതെ ഉണ്ടായിരുന്നു എന്നാണ്, നാവും ഹൃദയവും. അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ, അള്ളാഹുവിനെ സ്മരിക്കാൻ, ബാക്കിയൊക്കെ രോഗം ബാധിച്ചു എന്നാണ്. കുടിച്ചപ്പോൾ
18 കൊല്ലമാണ് രോഗം കൊണ്ട് അള്ളാഹു പരീക്ഷിച്ചത്. 18 വർഷം. മക്കളൊക്കെ മരിച്ചു, സ്വത്തൊക്കെ നശിച്ചു, എല്ലാവരും ഉപേക്ഷിച്ചു പോയി. അയ്യൂബ് അലൈഹിസ്സലാമും ഭാര്യയും ജനങ്ങൾ മാലിന്യങ്ങൾ കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന ഒരു സ്ഥലത്തിനടുത്ത് താമസിക്കേണ്ടി വന്നു എന്നാണ്. അലൈഹിസ്സലാം ഇതൊരു പരീക്ഷണമാണ്. ഒടുവിൽ റബ്ബ് വെള്ളം നൽകി. കുടിച്ചപ്പോൾ ഉള്ളിലെ രോഗമൊക്കെ പോയി, കുടിച്ചപ്പോൾ പുറത്തെ ഭാഗങ്ങളൊക്കെ പോയി. ആ സമയത്ത് സ്വർണത്തിൻ്റെ ഒരു ജറാത്ത്, സ്വർണത്തിൻ്റെ ഒരു വെട്ടുകിളി അവിടേക്ക് വീണു എന്നാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ പ്രത്യേകമായി നൽകിയതാണ്. അയ്യൂബ് അലൈഹിസ്സലാം തൻ്റെ വസ്ത്രം കൊണ്ട്, തുണി കൊണ്ട് അതിനെ ഇങ്ങനെ പിടിച്ചു വെച്ചു, അത് പോകാതിരിക്കാൻ. റബ്ബ് സുബ്ഹാനഹു വ തആല അയ്യൂബ് അലൈഹിസ്സലാമോട് ചോദിച്ചു, അയ്യൂബ്, ഇതിനേക്കാൾ നല്ലത് കൊണ്ട്, അതായത് ഇത് ആവശ്യമല്ലാത്തത് നിലക്ക് ഞാൻ നിനക്ക് നൽകിയിട്ടില്ലേ, ഇതിനിങ്ങനെ പിടിച്ചു വെക്കണോ? അയ്യൂബ് അലൈഹിസ്സലാം പറഞ്ഞു, ബലായ ലാ ഗിനാ ബിഅൻ ബറകതിക്, പക്ഷെ റബ്ബേ നീ നൽകുന്ന ബറക്കത്ത് അതിനെ ഞാൻ എപ്പോഴും ആവശ്യക്കാരനാണ്. അത് വേണ്ടാത്ത സ്ഥിതി എനിക്ക് ഒരിക്കലുമില്ല. ലാ ഗിനാ ബിഅൻ ബറകതിക്. ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കഥ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് റബ്ബിൻ്റെ ഖൈർ പ്രതീക്ഷ, അള്ളാഹു വാഗ്ദാനം നൽകിയാണ് സ്വർഗം, അള്ളാഹു ഭയപ്പെടുത്തിയതാണ് നരകം. അതിനുവേണ്ടി നീ അമൽ ചെയ്യുക, യാതൊരു തകരാറുമില്ലാതെ. അതാണ് അള്ളാഹുവിൻ്റെ നബിമാർ ചെയ്തത്. സൂഫികൾ പറയുന്നത് പിഴച്ചവാദമാണ്. പക്ഷേ മനസ്സിലാക്കുക, ആ സ്വർഗത്തിൽ ഏറ്റവും വലിയ സുഖം എന്താണ്? അത് റബ്ബിനെ കാണുക എന്നതാണ്. അതിനോളം വലുത് മറ്റൊന്നുമല്ല. ഇമാം ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ, റബ്ബിനെ കാണാനെത്തുന്നവർക്ക് അവൻ ഒരുക്കി വെച്ച വിരുന്നാണ് യഥാർത്ഥത്തിൽ സ്വർഗം. അതാണ് സ്വർഗം. നുസുലൻ മിൻ ഗഫൂർ റഹീം. ഗഫൂർ റഹീമുമായ റബ്ബിൻ്റെ നുസുലാണ്, വിരുന്നാണ് സ്വർഗം. അവനെ കാണുക എന്നതാണ് ഏറ്റവും വലുത്. അവനെ കണ്ടു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഒന്നും അവർക്ക് അതിനോളം ഇഷ്ടമുള്ളതാവുകയില്ല. അതാണ് ഏറ്റവും വലുത്, റബ്ബിനെ കാണുക എന്നത്. കാരണം അവർ കാണാതെ ഇബാദത്ത് ചെയ്ത അള്ളാഹു അവർക്ക് പ്രതിഫലമായി നൽകുന്നത് എന്താണ്? ഏറ്റവും വലിയ പ്രതിഫലം അവനെ അവർക്ക് കാണിച്ചു കൊടുക്കുക എന്നത്. മുഅ്മിനീങ്ങൾ റബ്ബിനെ ഇബാദത്ത് ചെയ്തത് അവനെ കാണാതെയാണ്. മുഅ്മിനീങ്ങൾ ഒരിക്കലും റബ്ബിനെ കണ്ടിട്ടില്ല. എന്നിട്ടാണ് റബ്ബിനെ അവർ സ്നേഹിക്കുന്നത്, അവന് പ്രതീക്ഷ അർപ്പിക്കുന്നത്, അവനെ ഭയപ്പെടുന്നത്, അവന് സുജൂദ് ചെയ്യുന്നത്, അവൻ്റെ കൽപ്പനകൾ പാലിക്കുന്നത്, അവനിലേക്ക് കൈകൾ ഉയർത്തുന്നത്. ഇതൊക്കെ റബ്ബിനെ കാണാതെയാണ്. അള്ളാഹു അവർക്ക് പ്രതിഫലമായി നൽകുന്നു. ഏറ്റവും വലിയ പ്രതിഫലം അവനെ കാണിച്ചു കൊടുക്കുക എന്നത്. അതുകൊണ്ട് അതാണ് ഏറ്റവും വലുത് എന്ന് മനസ്സിലാക്കണം. അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ സ്വർഗം ആഗ്രഹിച്ച് പ്രവർത്തിക്കുക, നരകം പേടിച്ച് ഭയപ്പെടുക, അതിൽ യാതൊരു കുറവുമില്ല. അതിൽ ഔന്നത്യമാണുള്ളത്, അതിൽ മഹത്വവും വലിപ്പവുമാണുള്ളത്. സൂഫികളുടെ ഇത്തരം ഇതിനെതിരായ വാദഗതികൾ പിഴച്ചതാണെന്ന് മനസ്സിലാക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ യഥാർത്ഥ വഴിയിൽ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ.